നമസ്കാരം. പുതുവർഷത്തിലെ കേരളത്തിലെ ട്രെയിൻ യാത്രികർക്ക് റെയിൽവേ വക അടിപൊളി സമ്മാനമായി പുത്തൻ വന്ദേ ഭാരത് എത്തുകയാണ്. തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിന് പകരമാണ് പുതിയ വണ്ടി എത്തുന്നത്. 16 കോച്ചുകളാണ് ഈ ട്രെയിനിന് ഉണ്ടായിരുന്നത്. ഇതിനു പകരം 20 കോച്ചുകളുള്ള ട്രെയിനാണ് കേരളത്തിലേക്ക് വന്നെത്തുന്നത്. കഴിഞ്ഞ ദിവസം ചെന്നൈ സെൻട്രൽ ബേസിൽ ബ്രിഡ്ജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. ഇതിന് തുടർന്ന് രാത്രിയോടെ തന്നെ കൊച്ചുവേളിയിലേക്ക് ഈ ട്രെയിൻ പുറപ്പെടുകയായിരുന്നു. ഇതുവരെ സർവീസ് നടത്തിയിരുന്ന 16 കോച്ചുകളുള്ള ട്രെയിൻ വന്ദേ ഭാരത് ദക്ഷിണ റെയിൽവേയുടെ അധിക വണ്ടിയായി, അതായത് സ്പെയർ ആയി ഉപയോഗിക്കാനാണ് താൽക്കാലിക തീരുമാനം. നിലവിലെ സാഹചര്യത്തിൽ മൈസൂരു ചെന്നൈ വന്ദേ ഭാരതിന് 1 മാസത്തെ അറ്റകുറ്റപ്പണി നടത്താനുണ്ട്. ഇത് അടുത്ത മാസത്തേക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന 16 കോച്ചുള്ള വന്ദേ ഭാരത് പകരം ഓടിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. 3 വർഷം കൂടുമ്പോഴാണ് ഇത്തരം ഷെഡ്യൂളുകൾ ഉണ്ടാവുക. പിന്നീട് കേരളത്തിലെ 8 കോച്ചുള്ള വണ്ടി 20ലേക്ക് മാറുമെന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. കേരളത്തിലെ വന്ദേ ഭാരത് പ്രേമികൾക്ക് അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന തീരുമാനമാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഏറ്റവും തിരക്കേറിയ നിലയിലുള്ളത് കേരളത്തിലായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യമായിരുന്നു കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഉണ്ടായിരുന്നത്. ഈ ഡിമാൻഡ് കണക്കിലെടുത്താണ് പുതിയ വാഹനം സർവീസിനായി എത്തുന്നത്. 20 കോച്ചുള്ള ട്രെയിൻ വരുന്നതോടെ സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടാവുക. നേരത്തെ ഉണ്ടായതിനേക്കാൾ 312 അധിക സീറ്റുകൾ കൂടുതലായി വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇതോടെ കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാനുള്ള അവസരം കൂടിയാണ് കൈവന്നിരിക്കുന്നത്. 16 കോച്ചുകളുള്ള തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിലെ 1016 സീറ്റും എപ്പോഴും നിറഞ്ഞ കവിഞ്ഞ നിലയിലായിരുന്നു. ഇതോടെ തലസ്ഥാനത്തേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് കടുത്ത നിരാശയായിരുന്നു ഫലം. എന്നാൽ 4 കോച്ചുകൾ അധികം വരുമ്പോൾ 312 സീറ്റുകളുടെ വർധന ഉണ്ടാകുന്നത് നിസ്സാര കാര്യമായിട്ട് കണക്കാക്കാനാകില്ല. രാജ്യത്ത് ഒക്കുപ്പൻസി 200% തുടരുന്ന വണ്ടികളിൽ ഒന്നാണിത്. എന്നിട്ടും സീറ്റുകൾ വർദ്ധിപ്പിക്കാത്തതിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് പുതിയ നീക്കം. അടുത്ത കാലത്താണ് 20 കോച്ചുള്ള വന്ദേ ഭാരതുകൾ റെയിൽവേ അവതരിപ്പിച്ചത്. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് 2 വന്ദേ ഭാരതുകൾ പുറത്തിറക്കിയിരുന്നു. ഇതിൽ ഒരു വണ്ടി ദക്ഷിണ റെയിൽവേക്ക് കൈമാറിയെങ്കിലും റൂട്ട് തീരുമാനിക്കാത്തതിനാൽ തന്നെ 1 മാസത്തോളമായി കട്ടപ്പുറത്തായിരുന്നു ഇത്. ഈ വണ്ടിയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത്. നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് വെറും 8 കോച്ചുകൾ മാത്രമാണുള്ളത്. അടുത്ത ഘട്ടത്തിൽ ഇതും 20 കോച്ചുകളുള്ള വണ്ടിയായി മാറുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതും യാത്രക്കാർക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.